ഗോൾഡൻ അവറും നവജാത ശിശുവിന് കൊളസ്ട്രോം നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. ഗോൾഡൻ അവറും അതിന്റെ പ്രാധാന്യവും, നവജാത ശിശുവിന് കൊളസ്ട്രോം നൽകുന്നതിന്റെ ഗുണങ്ങൾ. എന്താണ് ഗോൾഡൻ അവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. നവജാത ശിശു ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മണിക്കൂറാണ് ഗോൾഡൻ അവർ. ഈ ആദ്യ മണിക്കൂർ കുട്ടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വളരെ നിർണായകമാണ്. അമ്മയുടെ മുലയൂട്ടലിന്റെ യാത്രയിലും ഇത് ഒരു പ്രധാന ഘടകമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഈ കാലഘട്ടം സഹായിക്കുന്നു. ഇവ രണ്ടിനുമിടയിൽ തടസ്സമില്ലാത്ത ചർമ്മത്തിൽ നിന്ന് ചർമ്മത്തിലേക്കുള്ള സമ്പർക്കം ആരംഭിക്കണം. ചർമ്മത്തിൽ നിന്ന് ചർമ്മത്തിൽ സമ്പർക്കം എന്താണ്? നേരത്തെയുള്ള മുലയൂട്ടൽ ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ചർമ്മത്തിൽ നിന്ന് ചർമ്മത്തിലേക്ക് സമ്പർക്കം പുലർത്തുന്നത്. കുഞ്ഞ് സ്വയം ഇഴയാനും അമ്മയുടെ മുലയിൽ മുറുകെ പിടിക്കാനും ശ്രമിക്കും. ഇത് ബ്രസ്റ്റ് കോൾ എന്നറിയപ്പെടുന്നു. ഇത് മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അടുത്തതായി മുലപ്പാലിന്റെ വിവിധ ഘട്ടങ്ങളും അതിന്റെ ഘടനയും നോക്കാം. മുലപ്പാൽ 3 പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ഈ ഘട്ടങ്ങൾ ഇവയാണ്: കൊളസ്ട്രം, കന്നിപ്പാൽ, ട്രാൻസിഷൻ മിൽക്ക്, മെച്വർ മിൽക്ക്. ഓരോ ഘട്ടവും കുഞ്ഞിന്റെ മാറിക്കൊണ്ടിരിക്കുന്നതും വളരുന്നതുമായ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. കൊളസ്ട്രം എന്ന ആദ്യ ഘട്ടത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യകാലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇത് കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്നതും സാന്ദ്രീകൃതവുമായ പാലാണ്. ഇതിന്റെ നിറം ക്രീം വൈറ്റ് മുതൽ ഇളം മഞ്ഞ അല്ലെങ്കിൽ കടും മഞ്ഞ വരെ വ്യത്യാസപ്പെടാം. ഇത് വളരെ വിലപ്പെട്ടതാണ്. ഇത് ലിക്വിഡ് ഗോൾഡ് എന്നും അറിയപ്പെടുന്നു. കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കാരോട്ടിൻ അതിന്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്നു. ഗർഭധാരണത്തിന്റെ 12 മുതൽ 16 വരെ ആഴ്ചകളിൽ സ്തനങ്ങൾ കൊളസ്ട്രം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. പ്രസവശേഷം ഇത് സ്തനത്തിൽ നിന്ന് സ്രവിക്കാൻ തുടങ്ങുന്നു. പ്രസവശേഷം ആദ്യത്തെ 2 മുതൽ 4 ദിവസം വരെ മാത്രമേ ഈ പ്രത്യേക പാൽ സ്രവിക്കുകയുള്ളൂ. ഇത് ചെറിയ അളവിൽ ഏകദേശം 40 മുതൽ 50 മില്ലി വരെ ആദ്യ ദിവസം മാത്രം സ്രവിക്കുന്നു. ഇത് ഏകദേശം 3 ടേബിൾ സ്പൂൺ പാലാണ്. 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ വലിയ അളവിൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. 3-ാം ദിവസം പാലിന്റെ അളവ് 300 മുതൽ 400 മില്ലി വരെ വർദ്ധിക്കും. ഇത് ഏകദേശം 20 മുതൽ 25 ടേബിൾ സ്പൂൺ പാലാണ്. കൊളസ്ട്രം ചെറിയ അളവിൽ സ്രവിക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ പോഷക ഗുണമുള്ളതാണ്. ഇത് ദഹിപ്പിക്കാൻ എളുപ്പമാണ്. ഇത് ശിശുവിന് അനുയോജ്യമായ ആദ്യ ഭക്ഷണമായി മാറുന്നു. ഇതിൽ പ്രോട്ടീനും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ നല്ല കൊഴുപ്പുകൾ നവജാത ശിശുവിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെയും കണ്ണിന്റെയും ശരിയായ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണ്. കൊളസ്ട്രത്തിൽ ധാരാളമായി സംരക്ഷണ ഘടകങ്ങളും ഉണ്ട്. ആന്റിബോഡികൾ, ലാക്ടോഫെറിൻസ്, ലാക്ടാഡെറിൻ, ല്യൂക്കോസൈറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയും സംരക്ഷണ ഘടകങ്ങളും ഉണ്ട്. ഇതുകൂടാതെ ഉയർന്ന അളവിൽ വൈറ്റമിൻ എ, ഇ, B12, കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രത്തിൽ ധാരാളം വെളുത്ത രക്താണുക്കളും ഉണ്ട്. ഇത് കുഞ്ഞിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും രോഗമുണ്ടാക്കുന്ന രോഗാണുക്കളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. നവജാത ശിശുവിന് കൊളസ്ട്രം വളരെയധികം ഗുണങ്ങൾ നൽകുന്നു. ഗുണങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം. കുഞ്ഞിനുള്ള സ്വാഭാവിക പ്രതിരോധ കുത്തിവയ്പ്പാണ് കൊളസ്ട്രം. ജനിച്ച ഉടനെ നവജാത ശിശുവിന് സ്വന്തം ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ആന്റിബോഡികളാൽ സമ്പുഷ്ടമായതിനാൽ കൊളസ്ട്രം കൊടുക്കുന്നത് പ്രധാനമാണ്. ഉദാഹരണത്തിന് ഇമ്മ്യൂണോഗ്ലോബിൻ എ, എം, ജി എന്നിവ. ഇവയിൽ IgA എന്നറിയപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ എ ആണ് ഏറ്റവും പ്രധാനം.
അണുബാധയ്ക്ക് സാധ്യതയുള്ള കുഞ്ഞിന്റെ അവയവങ്ങളുടെ ഭാഗങ്ങൾ അവർ പൂശുന്നു. ഉദാഹരണത്തിന് തൊണ്ട, ശ്വാസകോശം, കുടൽ എന്നിവയുടെ ആവരണം. IgA അണുക്കളുമായി ചേർന്ന് അവയെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. ഇത് കുഞ്ഞിന്റെ രക്തത്തിലേക്ക് അണുക്കൾ പ്രവേശിക്കുന്നത് തടയുന്നു. കുഞ്ഞിന്റെ പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കാൻ കൊളസ്ട്രം സഹായിക്കുന്നു. അവരുടെ ശരീരത്തിലെ T ഹെൽപ്പർ സെല്ലുകളുടെ അളവ് സന്തുലിതമാക്കുന്നു. T ഹെൽപ്പർ സെല്ലുകളിലെ അസന്തുലിതാവസ്ഥ അലർജിക്കും സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾക്കും കാരണമാകും. സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ രോഗപ്രതിരോധ വ്യവസ്ഥ ആരോഗ്യമുള്ള ശരീരത്തിലെ കോശങ്ങളെ ആക്രമിക്കുന്നു. നമ്മുടെ പ്രതിരോധ ശേഷിയുടെ 70% കുടലിലാണ്. കുടലിന്റെ ആരോഗ്യത്തിന് കൊളസ്ട്രത്തിന് വലിയ പങ്കുണ്ട്. കുഞ്ഞിന്റെ കുടൽ അന്തരീക്ഷം വൈവിധ്യവൽക്കരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് അലർജി തടയാനും ആസ്മ വരാതെ തടയാനും സഹായിക്കുന്നു. ഇത് കുടൽ വീക്കത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു. സമ്മർദ്ദം, വിഷാദം എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയുന്നു. കുഞ്ഞിന്റെ കുടലിന് കൊളസ്ട്രം എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു നവജാത ശിശു ജനിക്കുന്നത് ചോർച്ചയുള്ള കുടലോടെയാണ്. കുടലിന്റെ ആന്തരിക പാളിയിലെ കോശങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ട്. ഈ വിടവുകളിലൂടെ വൈറസുകൾ, ബാക്ടീരിയകൾ, അലർജികൾ എന്നിവ കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രവേശിക്കാം. കൊളസ്ട്രം ഈ വിടവുകൾ അടയ്ക്കുന്നു. അങ്ങനെ ദോഷകരമായ രോഗകാരികളൊന്നും കടന്നു പോകാൻ കഴിയില്ല. കുടലിലെ കോശങ്ങളുടെ പാളിക്ക് ബ്രഷ് പോലെയുള്ള അതിർത്തിയുണ്ട്. മൈക്രോവില്ലായി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊളസ്ട്രം ഈ മൈക്രോവില്ലകളുടെ വികാസത്തെയും വിപുലീകരണത്തെയും ഉത്തേജിപ്പിക്കുന്നു. ഇത് പോഷകങ്ങളുടെ ആഗിരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കുടലിലെ കോശങ്ങളിൽ നിന്ന് മ്യൂസിൻ പുറത്തുവിടുന്നത് വർദ്ധിപ്പിക്കുന്നു. മ്യൂസിൻ കുടൽ ഭിത്തികളുടെ പാളിയിൽ ഒരു ലെയർ ഉണ്ടാക്കുന്നു. ഇത് ഏതെങ്കിലും മോശം ബാക്ടീരിയയുടെ പ്രവേശനം തടയുന്നു. കൊളസ്ട്രത്തിൽ HMO എന്നറിയപ്പെടുന്ന ഹ്യൂമൻ മിൽക്ക് ഒലിഗോസാക്രൈഡുകളും അടങ്ങിയിട്ടുണ്ട്. അവ പ്രീബയോട്ടിക്കുകളായി പ്രവർത്തിക്കുന്നു. അതായത് കുഞ്ഞിന്റെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. കുടലിലെ കോശങ്ങളിൽ ചേരുന്നതിൽ നിന്ന് അവർ രോഗകാരികളെ തടയുന്നു. കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തിനും ഇവ ഗുണം ചെയ്യും. കുഞ്ഞിന് കൊളസ്ട്രം നൽകുന്നത് ദഹനത്തിന് അവന്റെ വയറിനെ തയ്യാറാക്കുന്നു. കുഞ്ഞിനെ മെക്കോണിയം കടത്തിവിടാൻ സഹായിക്കുന്ന ഒരു പോഷകമായി ഇത് പ്രവർത്തിക്കുന്നു. കുഞ്ഞിന്റെ ആദ്യത്തെ ഇരുണ്ട കറുപ്പ് അല്ലെങ്കിൽ കടും പച്ചമലമാണ് മെക്കോണിയം. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അത് അവന്റെ കുടലിൽ അടിഞ്ഞുകൂടുന്നു. ഈ മെക്കോണിയം നേരത്തെ പുറത്തു കളയുന്നത് മഞ്ഞപ്പിത്തം തടയാനും സഹായിക്കും. മെക്കോണിയത്തിൽ ബിലിറൂബിൻ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രത്തിന്റെ പോഷക ഗുണങ്ങൾ അവനെ ബിലിറൂബിൻ പുറന്തള്ളാൻ സഹായിക്കും. കുഞ്ഞിന് നന്നായി ഭക്ഷണം നൽകിയില്ലെങ്കിൽ കുടലിൽ നിന്ന് ബിലിറൂബിൻ വീണ്ടും ആഗിരണം ചെയ്യപ്പെടുന്നു. പിന്നീട് അതവന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. മഞ്ഞപ്പിത്തത്തിനും കാരണമാകുന്നു. കൊളസ്ട്രത്തിന്റെ മറ്റൊരു ഗുണം അതിന് ഉയർന്ന വളർച്ചാ ഘടകങ്ങൾ ഉണ്ടെന്നതാണ്. ഇൻസുലിൻ പോലുള്ള വളർച്ചാ ഘടകം 1, ഇൻസുലിൻ വളർച്ചാ ഘടകം 2 എന്നിങ്ങനെയുള്ളവ. ടിഷ്യൂ വികസനത്തിനും നന്നാക്കലിനും വളർച്ചയ്ക്കും അവ ആവശ്യമാണ്. കൊളസ്ട്രത്തിലുള്ള മറ്റൊരു വളർച്ചാ ഘടകം VEGF ആണ്. വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് പുതിയ രക്തക്കുഴലുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടറിന്റെ ഒരു പ്രധാന ഉറവിടം കൂടിയാണ് കൊളസ്ട്രം. കുഞ്ഞിന്റെ കുടലിന്റെ സാധാരണ വികസനത്തിന് ഇത് വളരെ പ്രധാനമാണ്. മുറിവുണ്ടായാൽ കുടലിന്റെ ആവരണം നന്നാക്കാനും ഇത് അത്യാവശ്യമാണ്. അങ്ങനെ നവജാത ശിശുക്കളിൽ കുടൽ രോഗത്തിനെതിരെ സംരക്ഷണം നൽകുന്നു. ഉദാഹരണത്തിന് നെക്രോടൈസിംഗ് എൻട്രോകോളിറ്റിസ്, ഇത് NEC എന്നറിയപ്പെടുന്നു.
കുടലിന്റെ വീക്കം മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇത്. കുഞ്ഞിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് തടയാനും കൊളസ്ട്രം സഹായിക്കുന്നു. അതിനാൽ കൊളസ്ട്രം നൽകുന്നത് കുഞ്ഞിന് ഗുണം ചെയ്യും. കൊളസ്ട്രം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില മിഥ്യാധാരണകളുണ്ട്. കൊളസ്ട്രം പഴകിയതിനാൽ അത് ഉപേക്ഷിക്കണം എന്നതാണ് ആദ്യത്തെ മിഥ്യ. ഇത് ശരിയല്ല. കൊളസ്ട്രം പഴകിയതോ കുഞ്ഞിന് ദോഷകരമോ അല്ല. നേരെ മറിച്ച് നവജാത ശിശുവിന് അത് വളരെ അത്യാവശ്യമാണ്. മുലയൂട്ടൽ കാലതാമസമുണ്ടായാൽ പോലും അത് തള്ളിക്കളയരുത്. കുഞ്ഞിന് മുലയൂട്ടാൻ വൈകുന്നത് കൊളസ്ട്രത്തിന്റെ കാലതാമസത്തിന് കാരണമാകും. ഉദാഹരണത്തിന്, കുഞ്ഞിന് മുലയിലേക്കുള്ള മോശമായ അറ്റാച്ച്മെന്റ് കൊണ്ടുള്ള കാലതാമസം. ഈ സാഹചര്യത്തിൽ അമ്മയ്ക്ക് അവളുടെ കൊളസ്ട്രം പിഴിഞ്ഞെടുക്കുവാൻ കഴിയും. അത് കുഞ്ഞിന് കൊടുക്കുക. പ്രസ്, കംപ്രസ്, റിലീസ് ടെക്നിക് എന്നിവ ഉപയോഗിച്ച് അവൾക്ക് പിഴിഞ്ഞെടുക്കാൻ കഴിയും. ഇത് കുഞ്ഞിന് വെറുതെ പ്രീലാക്ടീൽ ഫീഡുകൾ നൽകുന്നത് തടയും. നവജാത ശിശുക്കൾക്ക് മുലയൂട്ടൽ ആരംഭിക്കുന്നതിന് മുൻപ് നൽകുന്ന ഏതെങ്കിലും ഭക്ഷണമാണ് പ്രീലാക്ടിയൽ ഫീഡുകൾ. ഉദാഹരണത്തിന് തേൻ, വെള്ളം, ശർക്കര, ഹെർബൽ പേസ്റ്റ്, മൃഗങ്ങളുടെ പാൽ, ഫോർമുല പാൽ. ഈ ഭക്ഷണങ്ങൾ കുട്ടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. നവജാത ശിശുക്കളിൽ അണുബാധയ്ക്കുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നു. കൊളസ്ട്രത്തിന്റെ അളവ് കുറവും അപര്യാപ്തവുമാണ് എന്നതാണ് രണ്ടാമത്തെ മിഥ്യ. കുഞ്ഞിന് ഇത് മതിയാകില്ലെന്ന് ചിലർ വിശ്വസിച്ചേക്കാം. പല സ്ത്രീകളും അവരുടെ മുലപ്പാൽ ഉൽപാദനം അപര്യാപ്തമാണെന്ന് വ്യാഖ്യാനിക്കുന്നു. ഇത് ശരിയല്ല. മുലപ്പാൽ ഉൽപാദനം സാധാരണയായി കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്കനുസൃതമാണ്. ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ മാത്രമേ പാൽ ആവശ്യമുള്ളൂ. ആദ്യ ദിവസം അവരുടെ വയറ്റിൽ ഏകദേശം 20 മില്ലിലിറ്റർ വരെ താങ്ങാൻ കഴിയും. അതിനാൽ അമ്മ ഇടയ്ക്കിടെ ഭക്ഷണം നൽകുന്നത് തുടരണം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുഞ്ഞിന് 10 മുതൽ 12 തവണ വരെ മുലപ്പാൽ നൽകണം. ക്രമേണ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാൽ ഉൽപാദനം വർദ്ധിക്കും. 5-ാം ദിവസം അമ്മയുടെ സ്തനങ്ങൾ ട്രാൻസിഷണൽ മിൽക്ക് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. നീല കലർന്ന വെള്ള നിറമുള്ള മുലപ്പാലിന്റെ 2-ാം ഘട്ടമാണ് ഇത്. പ്രസവം കഴിഞ്ഞ് 2 ആഴ്ച വരെ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൊളസ്ട്രം, സാധാരണ മുലപ്പാൽ എന്നിവയുടെ മിശ്രിതം ഇതിൽ അടങ്ങിയിരിക്കുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം മുല പാകമായ പാൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. കൊളസ്ട്രം, ട്രാൻസിഷൻ മിൽക്ക് എന്നിവയെ അപേക്ഷിച്ച് ഇത് കൂടുതൽ വെള്ളയാണ്. ഇത് കേന്ദ്രീകൃതമല്ലെങ്കിലും കുഞ്ഞിന് പ്രകൃതിയുടെ തികഞ്ഞ ഭക്ഷണമാണ് ഇത്. 6 മാസം വരെ പ്രത്യേകമായി മുലയൂട്ടൽ നടത്തണമെന്ന് ഓർമ്മിക്കുക. കുഞ്ഞിന് 6 മാസം തികയുമ്പോൾ അനുബന്ധ ഭക്ഷണം ആരംഭിക്കണം. ഇത് മുലയൂട്ടലിനൊപ്പം നൽകണം. 2 വർഷമോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരണം. ഇതിന്റെ ഗുണങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.